നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. കോൺഗ്രസിന്റെ ലക്ഷ്യം 2000 കോടി ആസ്തികൾ കയ്യേറൽ. നാഷണൽ ഹെറാൾഡ് കേസ് കടുപ്പിക്കുന്നു ED കോടതിയിൽ. രാജ്യത്ത് ഏറെ ചർച്ചയ്ക്കിടയായ നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെട്ട യങ് ഇന്ത്യൻ കമ്പനിയുടെ ഇടപാടുകൾ ക്രമക്കേടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി മുന്നേ ബുധനാഴ്ച വ്യക്തമാക്കി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടി ലക്ഷ്യമിട്ടത് അപ്രവർത്തന സാഹചര്യത്തിൽ തുടരുന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ ഏകദേശം 2000 കോടി രൂപയുടെ ആസ്തികൾ യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിൽ കൈവശപ്പെടുത്തുക എന്നതായിരുന്നു. യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ സോണിയയും രാഹുലും ചേർന്ന് 76% ഓഹരികൾ കൈവശം വെച്ചിരുന്നതായി തെളിയിച്ചിട്ടുണ്ട്. ഈ കമ്പനി AJL എന്ന മാധ്യമ സ്ഥാപനത്തിന് നൽകിയ 90 കോടി വായ്പ തിരിച്ചടയ്ക്കാതെയാണ് ആസ്തികൾ സ്വന്തമാക്കാൻ ശ്രമിച്ചതെന്ന് ED ആരോപിച്ചു. യങ് ഇന്ത്യന്റെ പേരിൽ AJLന്റെ ഭൂമികളും കെട്ടിടങ്ങളും കൈമാറാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. ഡൽഹി, മുംബൈ, ലക്നൌ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലുള്ള 661 കോടി മൂല്യമുള്ള ആസ്തികൾ ED നേരത്തെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട്. 142 കോടിയുടെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന പേരിൽ ED രേഖകളും ഹാജരാക്കി. കേസിന്റെ സമീപകാല വിവരങ്ങൾ പരിഗണിച്ചാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ASV രാജു നടത്തിയ വിവാദങ്ങൾ കോടതിയെ അറിയിച്ചത്. റൌസ് അവന്യൂ കോടതിയിൽ ജൂലൈ 2 മുതൽ 8 വരെ ദിവസേന കോടതി നടപടികൾ നടപ്പാക്കാനാണ് തീരുമാനം. കേസിൽ പ്രതികളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, സുമൻ ദുബെ, സാം പിത്രോ തുടങ്ങിയവരെ നേരത്തെ തന്നെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.